ഈ നട്ടപ്പൊരി വെയിലത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എങ്ങോട്ടാന്നല്ലേ? കുറച്ച് ദിവസമായിട്ട് പല്ലുവേദനയും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ നല്ല വേദനയായിട്ട് ഇറങ്ങി ഓടിയതാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മലബാർ ഡെന്റൽ കോളേജിലാട്ടോ നമ്മൾ പോകുന്നത്. പല ആൾക്കാരെയും വിചാരം ഇവിടെ കോളേജ് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളെ ക്ലിനിക്കിലൊക്കെ ഉള്ളതുപോലെ അതിലും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുള്ള സർവീസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യിപ്പിച്ച് നമ്മൾ നേരെ കൊണ്ടുപോയത് പ്രൈമറി ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രാഥമിക ദൃഷ്ടിയിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഇൻട്രാ ഓറൽ ക്യാമറ വെച്ച് നോക്കിയപ്പോഴാണ് പല്ലിനെ കേടുള്ളത് മനസ്സിലായത്. മാത്രമല്ല മൈക്രോസ്കോപ്പിക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പ്രൈമറി ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാട്ടോ ഈ ഒരു ഐറ്റം ഞാൻ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ക്ലിയർ അലൈനർ ആണ്. നമ്മൾ പല്ലിൽ കമ്പിടുന്നതിന് പകരമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. കാലം പോയൊരു പോക്കേ. പിന്നെ നമ്മൾ നേരെ പോയത് CBCT ചെയ്യാനാണ് കേട്ടോ. അതായത് ഫുൾ മൗത്ത് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. പല്ലിനൊക്കെ എക്സ്റേ എടുക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ. പക്ഷെ ഇത് എന്റെ പല്ലല്ല. എന്റെ പല്ല് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബൈ ദ ബൈ എന്റെ മൂന്നാമത്തെ അണപ്പല്ല് വരാത്തോണ്ടാണ് ഈ ഒരു പെയിൻ ഒക്കെ. അത് ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. ഇനി അത് വന്നിട്ടില്ല നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരും. ഇൻഫെക്ഷന് കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫാർമസിയിൽ നിന്ന് മേടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി അവസാനിച്ചു കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഗം ട്രീറ്റ്മെന്റിലായിട്ടുള്ള ലേസർ സർജറി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതാണെന്നുണ്ടെങ്കിൽ ചെറിയ ബ്ലീഡിങ്ങും ചെറിയ പെയിനും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പോകണം എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈം ക്ലിനിക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ കുട്ടികളുടെ സെക്ഷൻ വരുന്നത്. ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ട്രാവലിംഗ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ പേഷ്യൻസിനൊക്കെ ഇവരുടെ സ്വന്തം വണ്ടിയിൽ മാണൂർ വരെ ഡ്രോപ്പ് ആക്കി തരികയും ചെയ്യും കേട്ടോ.